ഹായ് എവരിബഡി. ഒരു സംശയമാണ്. കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിൽ പോഷ് ആക്ട് പ്രകാരം ഒരുത്തനെ വെളിയിലിട്ടു. മീൻസ് സസ്പെൻഷൻ അടിച്ചു. വാർത്തയും ഫോട്ടോ അടക്കം പുറത്തു വിട്ടു. എൻജിനീയറിംഗ് കോളേജിൽ ഒരു തെമ്മാടി അത് ചെയ്തതിന് മാക്സിമം അവനെ പ്രൊട്ടക്റ്റ് ചെയ്ത് അവനെതിരെ വാർത്ത കൊടുക്കാതെ അവനെ മാക്സിമം തളിപ്പറമ്പ് പോലീസുമായി ടൈപ്പായി മാക്സിമം പ്രൊട്ടക്റ്റ് ചെയ്ത് അവൻ്റെ ഫോട്ടോ വെളിയിൽ വിടാതെ അവനെ മുന്നത്തെ മേലധികാരി, സ്ഥാനഭ്രഷ്ടനായ മേലധികാരി, കുറച്ച് സംഘടനാ നേതാക്കളും കൂടി അവനെ അങ്ങ് പ്രൊട്ടക്റ്റ് ചെയ്തു. അവൻ്റെ ഫോട്ടോ വരെ വെളിയിൽ വിട്ടില്ല. പരാതിപ്പെട്ട എന്നെ എന്തോ ഒരു ഇല്ലീഗലായിട്ടുള്ള കുറേ അലിഗേഷൻസ് വെച്ച് ട്രാൻസ്ഫറാക്കി സസ്പെൻഷൻ അടിച്ചു. അതുകൂടാതെ ഒപ്പ് ശേഖരിച്ചു. അതുകൂടാതെ എനിക്കൊരു FIR ഇട്ടു. ഒരു തെളിവില്ലാത്തൊരു FIR ഇതുവരെ ആരും വന്നിട്ട് കാണുന്നില്ല. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ അനുഭവം കണ്ണൂർ ഗവൺമെൻറ് എൻജിനീയറിംഗ് കോളേജിൽ. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണ് നിയമമെങ്കിൽ എൻ്റെ ഒരു സംശയം, പരിയാരം മെഡിക്കൽ കോളേജിൽ ആദ്യം ഇയാൾ ചെയ്ത തെമ്മാടിത്തരം പാരമ്പര്യമായിട്ട് അവർ മുക്കി. ഇപ്പം അത് പുറത്തേക്ക് വരാൻ കുട്ടികൾ ഗഡ്സ് കാണിച്ചു. അപ്പം ആ കുട്ടികളിപ്പം പഠിപ്പ് മുടക്കോ, സസ്പെൻഷൻ അടിക്കോ, കോളേജിൽ നിന്ന് പുറത്താക്കോ? എൻജിനീയറിംഗ് കോളേജിലെ പഴയ മേലാളൻ്റെ റൂൾ അനുസരിച്ചിട്ടാണെങ്കിൽ പരാതിപ്പെട്ട കുട്ടികളെല്ലാം റോഡിലാവും. അതുറപ്പാണ്. അവൻ്റെ ഊളത്തരം തന്നെയാണ് മെഡിക്കൽ കോളേജ് ഫോളോ ചെയ്യുന്നതെങ്കിൽ മിക്കവാറും ഈ പരാതിപ്പെട്ട എല്ലാ കുട്ടികളും റോഡിലാവും. അവർക്ക് ഇല്ലീഗലായിട്ട് കുറേ അവർ വേണമെങ്കിൽ അവനെ അങ്ങോട്ട് കയറി പിടിച്ചതാണ്, അല്ലെങ്കിൽ പ്രലോഭിപ്പിച്ചതാണ്. കുട്ടികൾ ശരിയില്ല, അവർ ശ്രദ്ധിക്കണമായിരുന്നു. എന്തിനാ ഇങ്ങനെ പുറത്തേക്ക് വിട്ടത് എന്നൊക്കെ ചോദിച്ചിട്ട്, എന്തിനാ പരാതിപ്പെട്ടതെന്ന് ചോദിച്ചിട്ട് ഇനി കുട്ടികളെ ഉപദ്രവിക്കോ, കുട്ടികളെ വെളിയിൽ വിടോ? കണ്ണൂരെ പുതിയ അലിഖിത നിയമങ്ങൾ എങ്ങനെയാണ് പാസ്സാക്കുമെന്ന് അറിയില്ല. ഞാൻ പരാതിപ്പെട്ടു, പ്രതികരിച്ചു, അവനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ചോദ്യം ചെയ്തു. അതാണ് എനിക്കുള്ള ശിക്ഷ. 500 പ്രാവശ്യം ചോദ്യം ചെയ്യും ഇനിയും. അപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജിലെ കുട്ടിക്ക് എല്ലാ ഐക്യദാർഢ്യവും പ്രഖ്യാപിക്കുന്നു. ഗോ ഗോ ഗോ, യു പ്രൊസീഡ്. ഒറ്റപ്പൊടി പിന്നോട്ട് പോകരുത്. പ്രലോഭനങ്ങൾക്കൊന്നും, ഒരു വാഗ്ദാനങ്ങൾക്ക് അടിമപ്പെടേണ്ട. മുന്നോട്ട്.